ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം എടുക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ സൗണ്ട് കിട്ടുന്നവർ നെമ്മി എണീക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായി. ഇനി ഞാൻ ഓൾറെഡി ബ്രഷ് ചെയ്തു. ഇനി നിസ്കരിക്കാനുണ്ട്. നിസ്കരിച്ചിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ അതെൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവൻ്റെ ഒരു മൂഡ് റെഡി ആവുന്നവരെ അവൻ കുറച്ച് നേരം അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് പുറത്ത്. അപ്പോൾ നമ്മളത് ഈ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാണ്. പിന്നെ ഉമ്മയും ഉപ്പയൊക്കെ ചായ കുടിക്കും. ഞാൻ രാവിലെ അങ്ങനെ ചായ കുടിക്കാറില്ല. ഞാനിത് വെള്ളത്തിൽ 2 സ്പൂൺ ആപ്പിൾ സൈഡ് വിനെഗർ ഉണ്ടല്ലോ, അതാ രാവിലെ കുടിക്കാറ്. അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ അത് കഞ്ഞിക്ക് അരി ഇട്ടിട്ടുണ്ട്. പിന്നെ എമിക്ക് പത്തിരിക്ക് അങ്ങനെ കറിയൊന്നും അവൻ കൂട്ടത്തില്ല. അപ്പോൾ ജസ്റ്റ് മീൻ പൊരിച്ച് കൊടുത്തു. പിന്നെ അവന് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടി കപ്സ് വെച്ച് കൊടുക്കാമെന്ന് വെച്ച്. പിന്നെ ചിക്കനും ബീഫൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂളിലേക്ക്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അവൻ്റെ പാത്രമൊക്കെ ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് കഴുകി. അപ്പോഴത്തേക്കും ഉമ്മ പത്തിരി പരത്തുന്നുണ്ട്. ഇങ്ങനെ എമിക്ക് പത്തിരി കൊടുത്ത് അവനെ പത്തിരി തീറ്റിക്കാന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ അവൻ്റെതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ റെഡിയായി. അതൊക്കെ പാത്രത്തിൽ നമ്മൾ കപ്സയാണ് ഉണ്ടാക്കിയത്. അതിന് കൂട്ടാൻ പിന്നെ നമ്മൾ മുട്ട പൊരിച്ച് കൊടുത്തു. അവൻ ചിക്കനൊന്നും അങ്ങനെ കൂട്ടത്തും കൊണ്ട്. അങ്ങനെ കഞ്ഞിയാണ് അവന് നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കുമല്ലോ, കഞ്ഞി കൊടുത്ത് വെച്ചു. പിന്നെ അതിന് മുട്ട പുഴുങ്ങി കൊടുക്കുന്നതാണ്. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെച്ച്, വെള്ളം നമ്മൾ രാത്രി തിളപ്പിച്ച് വെക്കും. അപ്പോൾ വെള്ളമൊക്കെ കൊടുത്ത് അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് നേരം അവന് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് ബാഗിൽ വരുന്ന ഒരു പെയർ ഡ്രസ്സും പിന്നെ പ്ലേറ്റുമാണ്. പ്ലേറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ടിഫിൻ ബോക്സിൽ തിന്നാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഉമ്മ. അങ്ങനെ ഞങ്ങളതേ ചായ കുടിക്കാൻ ഞങ്ങളെല്ലാവരും കൂടിയാണ് ചായ കുടിക്കുന്നത്. നല്ല പത്തിരിയും മീൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല, വെള്ളമാണ് കുടിക്കുന്നത്. അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ രാത്രി തന്നെ അയൺ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ അയണിങ് ഒന്നും രാവിലെ ഉണ്ടാവില്ല. പിന്നെ അത് അവനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഒട്ടും നേരം ഉണ്ടാവില്ല. പിന്നെ വേഗം പോകണം. അങ്ങനെ അത് രാവിലെ ഉപ്പാണ് അവൻ ഇറക്കി കൊടുക്കുന്നത്. വൈകുന്നേരം ഞാൻ കൂട്ടാൻ പോകും. വല ഇട്ടേക്കുന്നത് കണ്ടില്ലേ, നായി കയറും കൊലയിൽ. അങ്ങനെ വല ഇട്ടതാണ്. അങ്ങനെ അവന് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ്. ഫുള്ളുണ്ടാവും അവൻ്റെ ടോയ്സ് എല്ലാം അടുത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ട്. ബെഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഗൈസ്. പിന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ റൂമൊക്കെ ഒന്ന് കയറിക്കൂടെ വെച്ച് തുറന്നിട്ടേക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഉമ്മതേ മുരിങ്ങയിലുണ്ടായിരുന്നു, മുരിങ്ങയിൽ ഉപ്പേരി വെക്കുകയാണ്. പിന്നെ നമ്മൾ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ തിരുമ്പാനിട്ടേക്കാണ്. മെഷീനിലാണ് തിരുമ്പാറ്. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കല്ല് തിരുമ്പാറ്. അങ്ങനെ അതേ അടിച്ചു വാരാൻ പോവാണ്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ തുടയ്ക്കലും കഴിഞ്ഞു. അവൻ പോയാൽ പിന്നെ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിയും. അങ്ങനെ അതേ തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മായിൻ്റെ അളിയൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ചായ കൊടുത്ത് ഉമ്മ ഓരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് മഴയൊക്കെ തോർന്നിട്ടുണ്ടായി. രാവിലെ അടിച്ച് വാരാനുണ്ട്, പക്ഷെ മഴ കാരണം രാവിലെ അടിച്ച് വാരാൻ കഴിഞ്ഞില്ല. അപ്പം മഴ ചോർന്നപ്പോൾ ഞാൻ ജസ്റ്റ് അടിച്ച് വാരാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ അടിച്ച് വാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് ഈ പേരയ്ക്ക് ഇങ്ങനെ പഴുത്ത് എടുക്കുന്നത് കാണുന്നത്. ഫസ്റ്റ് ഇത് പഴുത്ത് എടുക്കുമ്പോൾ പറിച്ചിട്ടില്ലെങ്കിൽ പിറ്റേന്നൊക്കെ സാധനം കാണത്തില്ല. ഏതെങ്കിലും കിളി കൊത്തിക്കൊണ്ടുപോകും. മിക്കതും കിളി തന്നെ തിന്നല്ലേ. നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ഒന്ന് പറിച്ചെന്നേ ഉള്ളൂ. ഞാനങ്ങനെ കഴിക്കാറൊന്നുമില്ല, കണ്ടപ്പം ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്തതാണ്. അങ്ങനെ അതേ പേരയ്ക്കൊക്കെ പറിച്ച് പിന്നെ കിച്ചണിലോട്ട് പോയി. അപ്പം അമ്മ ഏകദേശം കുക്കിംഗ് പരിപാടിയൊക്കെ കുറേയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കുറച്ച് ക്ലീനിങ് ഉണ്ട്. അങ്ങനെ അതേ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടച്ച് അപ്പോഴത്തേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് 11:30 ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാ പരിപാടിയും കഴിയും. തുടച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു. എമി സ്കൂളിൽ പോകുന്നത് കൊണ്ട് യൂണിഫോമിൽ നല്ല അഴുക്കുണ്ടാവും. ചിലപ്പോൾ കളറൊക്കെ ഉണ്ടാവും പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുതി നല്ലോണം പോക്കണമെങ്കിൽ കല്ലിൽ തന്നെ തിരുമ്പണം. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ കുളിയും കഴിഞ്ഞ് കുളിച്ച് കൊലയിൽ വന്നിരിക്കുകയാണ്. നമ്മളെ ഡ്രസ്സൊക്കെ പുറത്ത് ചിക്കിയിട്ടേക്കാണ്. ചെറുതായിട്ട് വെയിലുള്ളതുകൊണ്ട്. അപ്പോൾ മഴ പെയ്യുന്നോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ചോറിന് നല്ലത് ഉപ്പേരിയുണ്ട്, കറിയുണ്ട്, മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. ഇങ്ങനെ ചോറ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മധുരം കഴിക്കണമല്ലോ. മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ടൈം വന്നെങ്കിൽ ഞാൻ കുറച്ച് ഉറങ്ങും. പിന്നെ കുറച്ച് ടൈം എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചതൊക്കെ കണ്ട് പിന്നെ മീനെ കൂട്ടാൻ പോകാൻ സമയമായി. 4 മണിയായാൽ പിന്നെ നമുക്ക് താഴെ പോകണം. 4:15 ആകുമ്പോൾ ബസ് വരും. മഴയാണെങ്കിൽ കുറച്ചൊന്ന് നേരം വൈകും. മഴ അല്ലെങ്കിൽ കുറച്ച് നേരത്തെത്തും.
ഒരു 10 മിനിറ്റ് നേരത്തെ എത്തും. അപ്പോൾ അതേ അവൻ്റെ ബസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ബസ് വരുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി നിൽക്കണം. അങ്ങനെ അവനൊക്കെ കൂട്ടി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തിയാൽ പിന്നെ അവൻ്റെ പാത്രം ഉണ്ടാവും ഒരുപാട് കഴുകി വെക്കണം. അതൊക്കെ കഴുകി വെച്ച് ഉമ്മ ഫുഡ് കൊടുക്കുകയാണ് അവന്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ കൊണ്ട് 2 ദിവസം ലീവാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ നല്ല മഴ കാരണം വണ്ടി എടുത്ത് പോകാനായില്ല. നല്ല ചെറുതായിട്ട് ഇരുടായി നിൽക്കുന്നുണ്ട്, പക്ഷേ ഇരുടായിട്ടൊന്നുമില്ല. സമയം 5 മണി ആവുന്നേ ഉള്ളൂ. നല്ല മഴക്കാറുള്ളതുകൊണ്ടാണ് ഇത്ര ഇരുട്ടായി നിൽക്കുന്നത്. അങ്ങനെ ദേ ഉപ്പ വരാമെന്ന് പറഞ്ഞ് ഞാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉപ്പ വന്നതിന് ശേഷം നമ്മൾ ഇറങ്ങി. ഇപ്പോൾ പൂനൂരെത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ മഴ ഉണ്ടൊക്കെ ആയിരിക്കാം, കുറച്ച് ടൈം ബ്ലോക്കിലൊക്കെ കുടുങ്ങി. പിന്നെ നമ്മൾ വീട്ടിലെത്തിയാൽ പിന്നെ എൻ്റെ ലഗേജ് അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവും. ഒരു ദിവസമായാലും 2 ദിവസമായാലും ഒക്കെ എൻ്റെ ലഗേജ് നല്ലോണം ഉണ്ട്. അങ്ങനെ ലഗേജൊക്കെ ഇറക്കി വെച്ച് പിന്നെ ഞാൻ പോയി മന്തി മേടിച്ചുകൊണ്ട് വന്ന് രാത്രി നമ്മൾ മന്തി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അതേ വീട്ടിലെത്തി. അപ്പം നമ്മൾ വീഡിയോ കാണുന്നവർ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ബൈ ഗൈസ്.